ധ്യാൻ ശ്രീനിവാസന്റെ രണ്ട് വെടികൾ അങ്ങനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. സോ വെടികൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. സോ ഐ മീൻ പുതുശ്ശേരി വെടി, അങ്ങനത്തെ വെടി പറയില്ല, ഫയർ ക്രാക്കേഴ്സ്. സോ അല്ലാതെ മറ്റേ വെടിയല്ല. സോ സിനിമയുടെ പേരാണ് കുടുംബസ്ത്രീയും കുഞ്ഞാടും. സോ ധ്യാൻ ശ്രീനിവാസിനെ പറ്റി പറയണ വെച്ചാൽ മാൻഡ്രേക്ക് അല്ലെങ്കിൽ ജൂനിയർ മാൻഡ്രേക്ക് ഓഫ് മലയാളം സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എവിടെ തല കാണിച്ചോ അവിടുത്തെ ആ പടം പൊട്ടും. അതിന്റെ റീസെന്റ് എക്സാമ്പിൾ ആണ് മച്ചാന്റെ മാലാക. സോ ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ പടം പൊട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ അണ്ണൻ ക്യാമിയോയിൽ വരുന്നുണ്ടായില്ലേ. So what else do you expect from the Mandrake of Malayalam cinema? Sure shot bomb എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് ഈ സിനിമയും. രണ്ടാമത്തെ പടം ജയിലറാണ്, അത് പറയാം. സോ ഈ സിനിമയുടെ തുടക്കം ഒക്കെ അത്യാവശ്യം രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ധ്യാൻ ശ്രീനിവാസിന്റെ പടങ്ങൾ പറയുന്ന സാധനം നല്ലതാണെങ്കിൽ കോഴിക്ക് മല വരണം എന്ന് നമ്മൾ പറയണം. സോ ധ്യാൻ ശ്രീനിവാസൻ 2.0 ആണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിൽ വരുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പൊ കോഴിക്ക് മല വരുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. സോ സിനിമയുടെ തുടക്കം അത്യാവശ്യം കൊള്ളായിരുന്നു. അതായത് ഒരു പോലീസുകാരനെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ സീരീസ് ഓഫ് മോഷണം നടക്കും. സോ മോഷണം നടക്കുന്നത് നമ്മുടെ ജാഫർ ഇടുക്കിയും അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ കൂട്ടരാണ്. എന്തൊക്കെയാ മോഷ്ടിക്കുക വെച്ചാൽ നാടൻ താറാമുട്ട, അതേപോലെ തന്നെ നാടൻ കൊല, അതേപോലെ തന്നെ നാടൻ വാറ്റ്, ഇങ്ങനത്തെയൊക്കെ മോഷിച്ചു പോകണ അലവലാദികളെ കള്ളന്മാരുടെ കഥ പറയുന്ന സിനിമയാണ്. സോ പിന്നീട് അങ്ങോട്ട് കുറെ ഒരു സീരിയൽ പോലെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ എന്തുകൊണ്ടും സീരിയലിൽ അഭിനയിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ആ ചവറ് പറയുന്ന സാധനം കാണാറില്ല. പിന്നെ ഒന്നുമില്ല ഈ സിനിമയില്. ഈ സിനിമ ഏതാണെന്ന് അറിയാത്തവർക്ക് എന്റെ പുണ്യാള നമ്മുടെ പുണ്യാള എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരിക്കും ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട്, അല്ല ഈ സിനിമ റിലീസ് ആയതിനു ശേഷം ഇങ്ങനത്തെ പാടി ഉണ്ടാവുക. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. പടം വന്നിട്ട് സൺ NXT അവൈലബിൾ ആണ്. സോ ധ്യാൻ ശ്രീനിവാസന് ഭൂമിക്ക് താഴെയുള്ള എല്ലാത്തിനെയും പറ്റിയ അറിവാണ്. അതായത് അച്ഛൻ ശരിയല്ല, ഏട്ടൻ ഇങ്ങനെ പടം കൊടുക്കുന്നത് ശരിയല്ല, പക്ഷെ അണ്ണന് മര്യാദയ്ക്ക് പടം കൊടുക്കാൻ വയ്യ. സോ ഒരു ആക്ടർ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് പറയുന്ന സാധനം വേണം. അവനെ കണ്ടിട്ടാണ് പോയിട്ട് ആൾക്കാർ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്, ഒരു 150-200 രൂപ മുടക്കുന്നത്. ഇവിടെയാണ് അശോക് സെൽവനും ലോകേഷ് കനകരാജൊക്കെ ഡിഫറെന്റ് ആവുന്നത്. അവര് പറയുന്നുണ്ട് ഒരാൾക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു 200 രൂപ അല്ലെങ്കിൽ 150 രൂപ അവർ മാറ്റി വെക്കുകയാണ്. ഇറ്റ്സ് എ ബിഗ് എമൗണ്ട്. അത് ധ്യാൻ ശ്രീനിവാസിന് മനസ്സിലാവില്ല. നിങ്ങൾ എന്തിന് സിനിമ കാണാൻ പോയി എന്നാണ് അണ്ണൻ ചോദിക്കുന്നത്. സോ ഹാവ് സം ഷെയിം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ ബ്ലാറ്റന്റ്ലി ആയിട്ട് ഇരിക്കരുത്, അൺഷെയിംഡ് ആയിട്ട് ഇരിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ ട്രൈ ഇറ്റ് ഔട്ട്. സൺ NXT അവൈലബിൾ ആണ്. സോ എന്റെ അടുത്ത് ബേസിക്കലി ഈ ധ്യാൻ ശ്രീനിവാസന്റെ പടങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണില്ല എന്ന് തന്നെ പറയുള്ളൂ. സോ എനിക്ക് ഒട്ടും റെസ്പെക്ട് ഇല്ലാത്ത ഒരു ആക്ടറാണ്. ഞാൻ എന്തിനു റെസ്പെക്ട് ചെയ്യണം? നാട്ടുകാരെ റെസ്പെക്ട് ഇല്ലാത്തവരെ നമ്മൾ തിരിച്ചും റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർ എന്ത് കോമാളിത്തരം കാണിച്ചാലും അവർക്ക് പൈസ കിട്ടും. പൈസ പോണത് പ്രൊഡ്യൂസർമാർക്ക് മാത്രമാണ്. അവർക്ക് കുറച്ച് ബോധം വേണം. അല്ലാതെ ഇങ്ങനത്തെ ഓരോ ചവർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞു അങ്ങനെ കുറ്റം പറഞ്ഞു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഇത്രയും പണം പൊട്ടിയിട്ടും ധ്യാൻ ശ്രീനിവാസിന് സിനിമ കിട്ടുന്നത് വെച്ചാൽ ഒരു ഇന്റർവ്യൂവിൽ ഒരു ചെക്കൻ ചോദിച്ചത് ദാറ്റ്സ് ഡെഫിനറ്റ്ലി റൈറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചെക്കനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏതൊരു സാധാരണക്കാരനും തോന്നുന്ന കാര്യം മാത്രമേ ആ ചെക്കനും തോന്നിയിട്ടുള്ളൂ.